അസ്സലാമു അലൈക്കും. റമദാൻ കരീം. ഇമാം നവവിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുമായുള്ളൊരു സംഭാഷണം വിവരിക്കുന്നുണ്ട്. ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്തും നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരോ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, വൃദ്ധനായിരിക്കുന്ന ഈ സമയത്തും താങ്കൾ നോമ്പെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ദീർഘമായ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എൻ്റെ സ്നേഹനാഥനിലേക്കുള്ള യാത്ര. ആ നാഥന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കിഷ്ടമാണ്. എനിക്കതൊരു ആസ്വാദനമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. അവൻ്റെ ശിക്ഷകൾ സഹിക്കുന്നതിലേറെ എളുപ്പമാണ് എനിക്കത്. അവൻ്റെ ശിക്ഷകൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നോമ്പ് യാത്ര ഞാൻ ഏറെ ആസ്വദിക്കുന്നു. നമ്മളും ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. നമ്മുടെ ഒപ്പം ഒരു സഹയാത്രികൻ കൂടിയുണ്ട്, റമദാൻ. ആ സഹയാത്രികനോടൊപ്പമാണ് നമ്മുടെ ഇനിയുള്ള യാത്രകൾ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് അല്ലേ? വിനോദത്തിന് വേണ്ടി, സാഹസികതക്ക്, കുറേ അധികം സ്ഥലങ്ങൾ കണ്ടെത്താൻ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ജീവിക്കാനുള്ളത് തേടി, അങ്ങനെ ഒരുപാട് യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നടത്തിയ യാത്രകളാണ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നടത്തുന്ന ഒരു യാത്രയുണ്ട്. അങ്ങനെയും ഒരു യാത്ര വേണ്ടേ? അവനവന്റെ ഉള്ളിലേക്ക് തന്നെ ഒരു യാത്ര. അതിൻ്റെ പേരാണ് റമദാൻ. റമദാൻ വല്ലാത്തൊരു മാസമാണ്, പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭൂതിയാണ്. സത്യത്തിൽ ഈ മാസത്തിൽ നമ്മൾ പകൽ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ റമദാനിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിശപ്പിനെ കുറിച്ച് ഓർമ്മ വരാറുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ഏറെ ഇഷ്ടത്തോടെ ഉപേക്ഷിക്കുന്നതാണ് അല്ലേ? ഭക്ഷണം ഇല്ലാത്തപ്പം വേണ്ടെന്ന് വെക്കുന്നതും ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഒന്ന് നിവൃത്തികേട് കൊണ്ടാണ്, മറ്റേതിൻ്റെ പേരാണ് ത്യാഗം. ത്യാഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പലതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് സ്നേഹം സമ്പൂർണമാവുന്നത്. അത് ത്യാഗത്തിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത്. ത്യാഗം നിവൃത്തികേടല്ല, ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു നന്മയാണ്. നമ്മുടെ സ്നേഹനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്കിഷ്ടപ്പെട്ട പല കാര്യങ്ങളും കുറച്ച് നേരത്തെയെങ്കിലും മാറ്റി നിർത്താനാണ്. എന്തിനായിരിക്കും പഠിച്ചോണ്ട് അങ്ങനെ പറഞ്ഞത്? ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അളക്കാൻ അല്ലേ? അവനോടുള്ള നമ്മളുടെ സ്നേഹം അളക്കാൻ മാത്രമാണോ? അല്ല, പിന്നെയോ അവന്റെ സ്നേഹം കിട്ടാൻ നമ്മളെ ഒരുക്കുകയാണ് പടച്ചതമ്പുരാൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവന്റെ അറ്റമില്ലാത്ത സ്നേഹം പിടിച്ചു പറ്റാനും കഴിയുന്നതിന്റെ പേരാണ് റമദാൻ. റമദാൻ ഓർമ്മകളുടെ ഉത്സവം കൂടിയാണ്. നമ്മളുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതിൽ പലതും റമദാനുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ? അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നടത്തുന്ന യാത്രയുടെ പേരാണ് റമദാൻ. റമദാൻ സ്നേഹമാണ്, റമദാൻ ത്യാഗമാണ്, റമദാൻ കാരക്കയുടെ മധുരമാണ്. നോമ്പ് തുറക്കുമ്പോൾ തൊണ്ടയിലെത്തുന്ന ഒരിറ്റ് വെള്ളത്തിന്റെ തണുപ്പാണ് റമദാൻ. അരികിലുള്ളവനെ കാണലാണ് റമദാൻ. അവന്റെ വേദനകൾ അറിയലാണ്. വിശപ്പിന് വല്ലാത്തൊരു പിടച്ചിലുണ്ടല്ലേ? നമുക്കത് പഠിപ്പിച്ചു തന്നത് റമദാനാണ്. ആ പിടച്ചിലാണ് അരികിലുള്ളവന്റെ വേദന നമുക്ക് കാണിച്ചു തന്നത്. ഒന്നും എന്റേത് മാത്രമല്ല, അടുത്തുള്ളയാൾക്ക് കൂടി പങ്കുവെക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ചതും റമദാനാണ്. അങ്ങനെ റമദാന്റെ ഓർമ്മകളുമായി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. പൂർത്തീകരിക്കാനാവുമോ എന്നറിയില്ല. എല്ലാ യാത്രകളും അങ്ങനെയാണല്ലേ? ചിലതൊക്കെ അങ്ങനെ പൂർത്തീകരിക്കപ്പെടാതെ കാണും. തുടങ്ങുന്ന യാത്രകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ലോകത്ത് ഇന്ന് നമ്മൾ ചെന്നെത്താത്ത ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. എല്ലാ യാത്രകളുടെയും ഉദ്ദേശം ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരൽ മാത്രമായിരിക്കില്ല അല്ലെ? നമ്മുടെ ഈ റമദാൻ യാത്രകൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. മാസലാമ.